എന്നാലും എൻ്റെ ഈശോയെ, ഈ വെള്ളയടിച്ച കുഴിമാടങ്ങളെന്നൊക്കെ വിളിച്ച് അന്നുള്ളവരെ കളിയാക്കിയത് ശരിയായോ? മകനെ, ഞാൻ വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ചത് ഈ കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അന്നൊന്നും ഒരിടത്തും വെള്ളയടിച്ച കുഴിമാടങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നോക്കൂ, എവിടെയും വെള്ളയടിച്ച കുഴിമാടങ്ങളല്ലേ. ഇപ്പം മുകളിൽ കൂടെ സ്ലാബും കൂടെ കയറ്റി വെക്കുന്നത്. മരിക്കണോടം വരെ കാരണന്മാർക്ക് പച്ചവെള്ളം പോലും കൊടുക്കാതെ, മരുന്ന് പോലും കൊടുക്കാതെ, നോക്കാതെ, ശുശ്രൂഷിക്കാതെ മരിച്ചു കഴിയുമ്പോൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വലിയ വലിയ കല്ലറകൾ പണിയുന്നില്ലേ ലക്ഷങ്ങൾ മുടക്കി? ഓർമ്മയുണ്ടോ, ഞാനന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? അടുത്തു നിന്നവരോട് ഈ കല്ല് ഉരുട്ടി മാറ്റൂ. കാരണം അവരത് വെച്ചത്, അത് ഞാൻ മാറ്റിയല്ല. മോനെ, ഇന്ന് ഈ കല്ലറയൊക്കെ ഉണ്ടാക്കി പൊങ്ങച്ചം കാണിച്ച് കല്ലറിൽ അടക്കപ്പെടുന്നവരെ ആരും അന്ത്യവിധിയുടെ ദിവസത്തിൽ ഞാൻ ഉയർപ്പിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അത് വെച്ചവർ തന്നെ ഉരുട്ടി പൊക്കി മാറ്റേണ്ടി വരും. ഈ കല്ലറകൾ പൊളിക്കാതെ, ഈ സ്ലാബുകൾ മാറ്റാതെ ഇതിൽ കിടക്കുന്ന ആരെങ്കിലും ഉയർക്കും എന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അവരെ നോക്കിയാണ് ഞാൻ കപടനാട്ടിക്കാരെ എന്ന് വിളിച്ചത്. ചിന്തിച്ചു നോക്കിയേ. ഇന്ന് പള്ളിക്കകത്ത് വരുമ്പോൾ മാത്രമല്ലേ ക്രിസ്ത്യാനികൾ, പുറത്തോ അവർ ക്രിസ്ത്യാനികളാണോ? പള്ളി ക്രിസ്ത്യാനിയിൽ നിന്നും പബ്ലിക് ക്രിസ്ത്യാനിയായി വളരട്ടെ.